ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിസ്സയാണ്. അത് ബ്രെഡ് ഉപയോഗിച്ചാണ് ഞാൻ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ലോക്ക്ഡൗൺ, ഇപ്പോഴും ലോക്ക്ഡൗൺ ആണ്. ലോക്ക്ഡൗൺ മാറിയിട്ടില്ല. ഞങ്ങൾ ഇതുവരെ പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ നമുക്ക് ഈ പിസ്സ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് മാത്രം മതി. പിന്നെ ബ്രെഡും മതി. നമുക്ക് ഒത്തിരി സാധനങ്ങളൊന്നും ആവശ്യമില്ല. എല്ലാവരും തീർച്ചയായിട്ടും ഇന്ന് ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുകയെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ബ്രെഡ് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടത് നമുക്ക് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഞാൻ പൊടിച്ചെടുത്താണ്. പിന്നെ ഒറിഗാനോ നമുക്ക് വേണം. പിന്നെ നമുക്ക് ചീസ് വേണം. അതേപോലെ നമുക്ക് ക്യാപ്സിക്കം വേണം. ഞാൻ റെഡ് കളറും ഉള്ളതും യെല്ലോ കളറും ഉള്ളതും ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒനിയനാണ്, സവോള. പിന്നെ നമുക്ക് തക്കാളിക്ക വേണം. ഒലിങ്കായാണ്, ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ്. പിന്നെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ്. നമുക്ക് ഈ ബ്രെഡിലേക്ക് ടൊമാറ്റോ സോസ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. നമുക്ക് ഏത് ടൈപ്പ് സോസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ചില്ലി സോസ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, പിസ്സ സോസ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിൾ എല്ലാം നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഒലിവ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ചെറുതായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ തക്കാളിക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോ ഈ വെജിറ്റബിൾ അങ്ങ് എടുക്കുന്നേ ഉള്ളേ. ഇനി നമ്മൾക്ക് എടുത്തു വെച്ചേക്കുന്ന കുരുമുളക് പൊടി കുറേശ്ശെ ഒന്ന് തൂളി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ റെഡ് കളറുള്ള ക്യാപ്സിക്കം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതാണെങ്കിൽ ഇപ്പൊ എല്ലാം ഒരുമാതിരിപ്പെട്ട കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആയല്ലോ. അപ്പൊ നമ്മുടെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും നല്ല ഹെൽത്തി ആണല്ലോ അല്ലെ. ഇനി ഞാൻ ഒറിഗാനോ ഇട്ട് കൊടുക്കുവാണ് 2 സ്ലൈസ് ബ്രെഡിലോട്ടും. ഒറിഗാനോ ഇടുകയെന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇടുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് ഇടാൻ പോകുന്നത് നമ്മുടെ ഈ ചീസാണ്. ഈ ചീസ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അത് വെജിറ്റബിളിലേക്ക് നന്നായിട്ട് മെൽറ്റ് ആവും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. ഇതിപ്പോ ഞാൻ 2 സ്ലൈസ് ബ്രെഡ് നന്നായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലോട്ട് വെച്ച് നമുക്കൊന്ന് ചൂടാക്കി. ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം ഇത് വെക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഞാൻ ഇപ്പൊ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബട്ടറും കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മുടെ പാനിലേക്ക് ഞാൻ ബ്രെഡ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു ലിഡ് കൊണ്ട് മൂടി വെക്കാമേ. നമുക്കിത് ഏകദേശം ഒരു 3 to 5 മിനിറ്റ്സ് വരെ വെക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ ബ്രെഡിന്റെ അടിഭാഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ചീസ് ഉണ്ടല്ലോ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ബ്രെഡും കൂടെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ ബ്രെഡ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയുമാണ്, വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എസ്പെഷ്യലി നമുക്ക് നമ്മുടെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ വെജിറ്റബിൾ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും കേട്ടോ. അതേപോലെ നമ്മുടെ തക്കാളിക്കൊക്കെ നമ്മുടെ ഹേർട്ടിനൊക്കെ വളരെ നല്ലതാണല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് തന്നെ അറിയിക്കുക. കമന്റ്സ് ബോക്സിനകത്ത് നിങ്ങളുടെ കമന്റ്സ് അറിയുക എന്നുണ്ടെങ്കിൽ എനിക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.